സവാള ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞ വാക്കുകൾ എഴുതി വെച്ചോ. കടൽ കൊള്ളയാണ്, കടൽ കൊള്ളയാണ്. CPM-ൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരിക എന്ന് പറഞ്ഞാൽ പരിഹാസ്യമായ ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഗവൺമെന്റിലെ തുറമുഖ മന്ത്രിയാണ് പറഞ്ഞത് അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന്, വികസന പങ്കാളി. അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. ന്യായീകരണ തൊഴിലാളികൾ നിങ്ങളാണ്, ക്യാപ്സൂളുമായി വരുന്നത് നിങ്ങളാണ്. ഡോക്ടർ ബി ജയരാജ്, ഇപ്പോൾ ബൂമറാങ് പോലെ സംഭവിച്ചിരിക്കുകയാണല്ലോ CPM-ന് വിഴിഞ്ഞം വിഷയം. അധികാരത്തിലിരുന്നപ്പോൾ അദാനി വേണം എന്നുള്ള നിലപാടിലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കോർപ്പറേറ്റ് ഭീമൻ എന്ന രീതിയിലേക്ക് മാറി. വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇതുപോലുള്ള വിദേശ കമ്പനികൾ ചർച്ച നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനകത്ത് അദാനി ഗ്രൂപ്പിനുള്ള 25% കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് മുമ്പില് സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ടതാണെന്നുള്ള ഒരു ബേസിക് സാധനം. പിന്നീട് ഇന്നത്തെ പത്രസമ്മേളനം നടത്തി നിമിഷങ്ങൾക്കകം തന്നെ VD സതീശന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. 1 ജൂണില് എക്കണോമിക്സ് ടൈംസിന്റെ infra.com വാർത്ത വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. 3 ജൂൺ 2026 മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ മാതൃഭൂമിയിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നു. അതിനും ശേഷം 5-ാം തീയതിയാണ് ദേശാഭിമാനി. പക്ഷെ VD സതീശൻ പറഞ്ഞത് എന്താണ്? ദേശാഭിമാനിയിൽ ആദ്യമേ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ എന്താണ് വാർത്ത വന്നത്? അതിനുമുമ്പ് നടത്തിയ കോൺക്ലേവില് ഈ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് ഇതിനകത്ത് പൈസ മുടക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം 25% കൂടുതൽ ഓഹരികൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി. അത് തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതല്ല. ബെസ്റ്റ്. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. മുമ്പ് വേണ്ട എന്ന് വെച്ചിരുന്ന PM3 പദ്ധതി ആയിക്കോട്ടെ, വിഴിഞ്ഞത്തേക്ക് വരും. ഡോക്ടർ ബി ജയരാജ്, വിഴിഞ്ഞത്തെ ഈ ഓഹരി കൈമാറ്റത്തിന്റെ കാര്യം പിണറായി സർക്കാർ അറിഞ്ഞിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയിൽ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ ജൂൺ 5 നല്ല കാര്യം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ഓഹരി കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അതിനകത്ത് വന്നു. അന്ന് അദാനി പോർട്സ് ഒന്നും ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടില്ല കേട്ടോ. അത് പിന്നീട് ജൂൺ 30 വിശദീകരണം നൽകുകയും ജൂലൈ 1 പത്രങ്ങളിൽ വരികയുമാണ് ചെയ്തത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ജൂൺ 5 ദേശാഭിമാനിയിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ വരുന്നു. അപ്പോൾ അതിന്റെ സോഴ്സ് സംസ്ഥാന സർക്കാരാണ്. അവിടെ സതീശൻ പറഞ്ഞതിൽ ഒരു കുഴപ്പം സംഭവിച്ചു. ദേശാഭിമാനിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന്. ദേശാഭിമാനിയിൽ മാത്രമല്ല, ജൂൺ 3 തന്നെ മാതൃഭൂമിയിൽ വന്നിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ എക്കണോമിക് ടൈംസിൽ വന്നിരുന്നു. അപ്പോൾ ഇത് ശരിയാണ്, അവിടെ സതീശൻ പറഞ്ഞതിൽ ഒരു പിശക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദേശാഭിമാനിയിൽ വാർത്ത വന്നുവല്ലോ. ജൂലൈ 1 വന്ന വാർത്തയിൽ പിണറായി സർക്കാരിന് നേട്ടമെന്ന് പോലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ട് പിന്നെ ഈ സർക്കാരിന് തലയിൽ കെട്ടിവെച്ചു. അത് തെളിഞ്ഞിരിക്കുകയാണ് ഇക്കാര്യം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, ഇത് തന്നെ ഏറ്റവും വലിയ കളത്തരല്ലേ. ഒന്നാമത്തെ കാര്യം, ആദ്യമേ എക്കണോമിക്സ് ടൈംസിനകത്ത് വാർത്ത വന്നു, അതിനുശേഷം മാതൃഭൂമിയിൽ വാർത്ത വന്നു. ദേശാഭിമാനിയിൽ വാർത്ത വരുമ്പോൾ മാത്രമാണ് അത് മാത്രം എന്തിനെ ചൂണ്ടിക്കാണിക്കേണ്ടെന്ന കാര്യം. കൃത്യമായിട്ട് അവിടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വരുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു. മറ്റൊരു കാര്യമുണ്ട്, എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു. ദേശാഭിമാനിയിൽ പാർട്ടിയുടെ ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കേണ്ടി വരുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടി വരുമെന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഇതിനകത്തുള്ള ചോദ്യം എന്താണ്? കേരള സർക്കാർ അറിയാതെ 25% കൂടുതൽ ശതമാനം ഓഹരികൾ വിറ്റഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. എങ്കിൽ പിന്നെ മംഗലാപുരം യാത്ര എന്തിനായിരുന്നു? 25 ലക്ഷം രൂപ മുടക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനായിരുന്നു? VD സതീശൻ ആർജം ഉണ്ടെങ്കിൽ അത് ഇന്ന് പത്രസമ്മേളനം വിളിച്ച് പറയട്ടായിരുന്നെ, എങ്കിൽ അംഗീകരിക്കാമായിരുന്നു. VD സതീശൻ ഇത്രമാത്രം ക്ലീൻ ഇമേജ് ഉള്ള ആളായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം അത് പറയണമായിരുന്നു. എന്തിനാണ് ഞാൻ മംഗലാപുരത്ത്? ഇപ്പോഴും മംഗലാപുരം യാത്രയാണ് കേട്ടോ. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി കളങ്കമായിട്ട് നിൽക്കുന്നത് ഈ വിഴിഞ്ഞം വിഷയത്തിൽ. സംഘപരിവാറുമായിട്ടുള്ള ഒത്തുചേരലുകൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു? ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. എന്നിട്ട് ആരാണ് ഇവിടെ ഡീൽ നടത്തുന്നത്? എല്ലാരും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാമാണ് ഡീലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഡോക്ടർ ബി ജയരാജ്, അതിലേക്കല്ല,
ഈ വിഴിഞ്ഞം വിഷയത്തിൽ പിണറായി സർക്കാരിന് ഇക്കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് മംഗലാപുരം യാത്രയാണ്. അതെടുത്ത് ഉന്നയിക്കുവാനാണ് ഇന്ന് എം വി ഗോവിന്ദനും സമയം കണ്ടെത്തിയത്. പക്ഷെ പിണറായി സർക്കാരിന് ഇത് അറിയാമായിരുന്നുവല്ലേ? ഇങ്ങനെ ചർച്ച നടക്കുന്ന കാര്യം അറിയാമായിരുന്നു. ഓഹരി കൈമാറ്റത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ മഞ്ജുഷ, ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 25% കൂടുതൽ ഓഹരി കേരള സർക്കാർ അറിയാതെ വിറ്റഴിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. വിറ്റഴിച്ചിട്ടില്ല. അത് കേരള സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ഓഹരി കൈമാറിയിട്ടില്ല. കാണിക്കുന്നത് ഓഹരി കൈമാറിയിട്ടില്ല. MSC കമ്പനി ഇവിടെ വരുന്നതിനോ ടെർമിനൽ കൊടുക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല. നിങ്ങൾ എന്ത് വെറുപ്പിക്കല ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ആരും അതിനെതിരല്ല. പക്ഷെ അത് അതിർത്തി രേഖപ്പെടുത്തുകയാണോ ചെയ്യേണ്ടുന്നത്? അങ്ങനെ ഒരു കൈമാറ്റത്തിനുള്ള ഡീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിർത്തി കൈമാറുക മാത്രമാണോ ചെയ്യേണ്ടുന്നത്? ഒരു സർക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരമല്ലോ ഒരുമാതിരി ലോജിക്ക് ഇല്ലാത്ത മണ്ടൻ കഥ മതി നിർത്ത്. അതിർത്തി രേഖപ്പെടുത്തിയതാണോ പ്രശ്നം? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഓഹരി കൈമാറിയത്? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കേണ്ട എല്ലാ നോർമൽ പ്രൊസീജിയറും ഇവിടെ എടുത്തിരിക്കുകയല്ലേ? ഇവിടെ എഗ്രിമെന്റ് പ്രകാരമുള്ള സർക്കാർ തീരുമാനിക്കുന്ന രീതി, അല്ലെ സർക്കാരിനെ അറിയിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞത്തെ ഈ പറയുന്ന ഓഹരി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം ഇവിടെ നിൽക്കുകയാണ്, കരാർ ഇവിടെ നിൽക്കുകയാണ്. ആ കരാറിനെ മറികടന്നുകൊണ്ട് എവിടെയാണ് ഈ ഓഹരി കൈമാറിയിട്ടുള്ളത്? എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോപിക്കുന്ന ആരോപണമാണല്ലോ ഓഹരി കൈമാറ്റം ചെയ്തു, ഓഹരി കൈമാറ്റം ചെയ്തു. എവിടെയാണ് ഓഹരി കൈമാറ്റം ചെയ്തത്? അല്ലല്ല, പത്രസമ്മേളനത്തെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏത് ഓഹരിയാണ് കൈമാറിയത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏത് ഓഹരി അദാനി ഗ്രൂപ്പ് ആർക്ക് കൈമാറി, എപ്പോ കൈമാറി? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിഡൻസ് താങ്കളുടെ കയ്യിലുണ്ടോ? ഓഹരി എങ്ങും കൈമാറിയിട്ടില്ല. കേരള സർക്കാരിനെ എന്തിനാണ് ഇങ്ങനെ മുൻനിരയിൽ നിർത്തുന്ന രീതിയിലേക്ക് താങ്കൾ ഇങ്ങനെ ആരോപണങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പോലും അംഗീകരിക്കുന്നില്ലല്ലോ. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരുടെ പത്രമാണ്? CPM-ന്റെ പത്രമാണല്ലോ. മറ്റു പത്രങ്ങളെല്ലാം വിട്ടേക്കോ താങ്കൾ. ദേശാഭിമാനി പത്രം ജൂൺ 5-ാം തീയതി ഇറക്കിയ പിന്നെ അതിനകത്ത് വന്നിരുന്ന വാർത്തയല്ലേ പറഞ്ഞിരിക്കുന്നത്? അന്ന് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ MD പോലും അന്ന് വെച്ചിട്ടില്ല. അന്ന് നിലവിലുള്ളത് CPM ഗവൺമെന്റ്, LDF ഗവൺമെന്റ് വെച്ച് MD ആണ് ഇരിക്കുന്നത്. ആ MD ഇരിക്കുമ്പോഴാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് MSC പോലെയുള്ള കമ്പനി വലിയ നിക്ഷേപത്തിലേക്ക് വരുന്നു, ഇത്രയും വലിയ സംഭവം അവിടെ നടക്കുന്നു, അത് ഞങ്ങളുടെ കഴിവാണ് എന്ന് എഴുതുന്ന ഒരു പത്രം. ആ പത്രത്തിന് സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പഴയ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടല്ലേ, അല്ലെ MD-യുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് ആരെ കളിയാക്കുന്ന രീതിയിലേക്കാണ്? നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്നല്ല, ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളാണ് അദാനിയെ തഴുകിയതും പുലർന്നതും എല്ലാം. 2015 ഡിസംബർ 6-ാം തീയതി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് അദാനി സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിലാണ്. ഈ പറയുന്ന 40 വർഷത്തേക്കുള്ള കരാർ 45 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ആരാണ്? CPM അല്ലേ? ഈ പറയുന്ന 2000 പറയട്ടെ 90 വർഷത്തേക്കുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അല്ലല്ല 40 വർഷത്തിന്റെ ഈ വരുമാനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് 45 വർഷത്തേക്ക് ആക്കി കൊടുത്തത് നിങ്ങളാണ് സാർ. രണ്ടാമത് ഞാൻ പറയട്ടെ, സാർ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾ ഈ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഒന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. ഈ ഒന്നാം ഘട്ടം 2019 പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ആ സമയബന്ധിതമായി അവർ പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ഈ പറഞ്ഞ വിസിലല്ലേ അവർക്കെതിരെ കേസ് കൊടുത്തത്? 980 കോടി രൂപയുടെ കേസ് കൊടുത്തു. ആ കേസ് വേണ്ട എന്ന് വെച്ചത് കേരള സർക്കാരല്ലേ? ആർക്ക് വേണ്ടിയാണ്? അദാനിക്ക് വേണ്ടിയല്ലേ മാറ്റിവെച്ചത്? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു കേട്ടോടാ? അതൊക്കെ എന്താണ് ജനങ്ങൾ കാണുന്നതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അദാനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തികളാണ് ഇതൊക്കെ. ദേശാഭിമാനി പത്രം അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അതിന് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴാണ് CPM ഇറങ്ങുന്നത് അങ്കച്ചട്ടയൊക്കെ മുറുക്കിക്കൊണ്ട്. ആരെയാണ് കളിയാക്കുന്നത് നിങ്ങൾ? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് ദേശാഭിമാനിയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നത് കേട്ടത്. അതിനപ്പുറം ഒന്നുമില്ല ഇക്കാര്യത്തിൽ. പിണറായി സർക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ട്, ഈ ഡീൽ. ഇക്കാര്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലായി കഴിഞ്ഞു. അത് ഒരു പത്രം ദേശാഭിമാനിയിൽ മാത്രമാണെന്ന് സതീശൻ പറഞ്ഞെടുത്തതെന്ന് 2 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതുകൂടി വന്നെന്ന് വെച്ച് സതീശൻ പറഞ്ഞത് കള്ളമാകുന്നില്ല. അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഗ്രൂപ്പാണല്ലേ? സതീശൻ പറഞ്ഞത് എന്താണ്? 25% ഇനിയിപ്പോ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സെബിയുടെ ക്ലിയറൻസ് വേണ്ടേ, കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് വേണ്ടേ, എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ചോദിക്കണ്ടേ? നമ്മളത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. വളച്ചൊടിച്ചെന്ന് എംപയർ കമ്മിറ്റി വെച്ച് ആലോചിച്ച് അത് പഠിച്ച ശേഷം ഈ വിഴിഞ്ഞത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണോ അല്ലയോ എന്ന് അറിഞ്ഞ ശേഷമാണ് അതിന് തീരുമാനമെടുക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? ഓഹോ,
കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. താങ്കളെ പോലെ ഒരാൾ അതെ. ഇങ്ങനെയാണ് പറയുന്നത്. അതെ അങ്ങനെ തന്നെ എന്തായാലും പിന്നോട്ടില്ല എന്നുള്ളതാണ്. PMശ്രീയുടെ കാര്യത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ഏറ്റവും അല്ല നിസ്സാരമായ പിന്നോട്ട് പോകണോ കാര്യം ഇക്കാര്യത്തിൽ പറഞ്ഞത്. ശ്രീ അല്ലല്ല ഡോക്ടർ ബി ജയരാജ് ഇക്കാര്യത്തിൽ എന്തിന് പിന്നോട്ട് അതിനെ പോകണം? support ചെയ്യാനായിട്ട് പിണറായി സർക്കാരിന് ഇക്കാര്യത്തിൽ ഓരോ വേവലാതി കാര്യങ്ങൾ ഇല്ലായിരുന്നു. പറഞ്ഞുതരാം. പിന്നെ എന്തിനാണ് UDF സർക്കാരിന് ഇക്കാര്യത്തിൽ വേവലാതി? UDF സർക്കാർ ഇത് ചെയ്യരുത് നിങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ചോദിക്കേ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രശ്നമില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല, മുൻ ഗവൺമെന്റ് ചെയ്തു വെച്ചാണ്, ആ ചർച്ചകളെ കുറിച്ച് എനിക്ക് യാതൊരു ബോധമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് കാർഡ് ഇറങ്ങി പ്ലേ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, innocent card നിങ്ങൾ പിറക്കി. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എല്ലാവരും കേട്ടതാണ്. ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെന്ന് അതിന് ഉടനെ കുഞ്ഞാലിക്കുട്ടി അതിന് ഡിഫൻസുമായിട്ട് വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണെന്ന്. അതിനെ വരെ ന്യായീകരിക്കാനായിട്ട് ആള് നിയമസഭ അകത്തുണ്ട്. VD സതീശൻ പറയുന്ന എന്ത് കാര്യത്തിനെയും ന്യായീകരിക്കാനായിട്ട് ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ ഉണ്ട്. കടൽ കൊള്ളയാണ്. തുറമുഖ പദ്ധതി വരുന്നതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ സംവിധാനമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവർ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുടുംബക്കാരെ ഉൾപ്പെടെയുള്ളവരെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഉദ്ഘാടന ചടങ്ങിൽ ഇത് ഞങ്ങളുടെ പാർട്ണറാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ഉദ്ഘാടനം നടത്തിയ ആളുകളാണ് ഇന്ന് വന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രി, തുറമുഖ മന്ത്രിയാണ് പറഞ്ഞത് അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന്, വികസന പങ്കാളി. അതെ, അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വന്നിരുന്നത് ഈ പറയുന്ന രീതിയിലേക്ക് വേറെ രീതി തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ന്യായീകരണ തൊഴിലാളികൾ നിങ്ങളാണ്. ക്യാപ്സൂളുമായി വരുന്നത് നിങ്ങളാണ്. ഈ ക്യാപ്സൂൾ ഒന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചിലവാകില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഒരു വർഷമായി എല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് പോയ ആളുകൾ ഇപ്പൊ വന്നിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരു സർക്കാരിന്റെ മേൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കേൾക്കുമ്പോൾ അസ്വസ്ഥരായി പോവുകയാണ്. വെളുക്കാൻ തേച്ചത് പാട്ടായല്ല പാണ്ടായി. ദേശാഭിമാനി പത്രത്തെ വരെ തള്ളിപ്പറയാണ്. ഞങ്ങൾക്കൊന്നും ദേശാഭിമാനി പത്രത്തെ ഒന്നും വിശ്വാസമില്ല. പക്ഷേ നിങ്ങളുടെ വരിക്കാരായ ദേശാഭിമാനി പത്രത്തെ വരിക്കാരായി കണ്ട് പത്രം വായിക്കുന്ന പാർട്ടി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ നാളെ ഈ പത്രം വേണോ വേണ്ട എന്ന് ചിന്തിക്കേണ്ടി വരും. പാർട്ടിക്കൊരു ലൈൻ, ദേശാഭിമാനിക്കൊരു ലൈൻ. എന്തുവാണ് ഇത് പറയുന്നത്? പാർട്ടി സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. ദേശാഭിമാനി പത്രത്തെ തള്ളി പറഞ്ഞു എന്നത് വസ്തുതയാണല്ലോ. അതിനേക്കാളും മുമ്പേ വേറെ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. അതിനകത്ത് താങ്കൾ തള്ളി പറഞ്ഞെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞെന്നാണ് പറഞ്ഞത്. പറഞ്ഞ ഒരു കാര്യം താങ്കൾ പറഞ്ഞതല്ല, പാർട്ടി സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. ഇതിനകത്ത് ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ 25% കൂടുതൽ ഓഹരി വിൽക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണോ അല്ലയോ? 25 ലക്ഷം രൂപ ചെലവാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇയാൾ യാത്ര ചെയ്തത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്തത് ആര്യാടന്റെ ബന്ധുവിനെ കാണാനായിട്ടാണോ അതോ അദാനിയുമായിട്ട് ഡീൽ ഉണ്ടാക്കാനാണോ? അതുപോലെ തന്നെ PMശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതനുസരിച്ചിട്ടുള്ള ബോർഡ് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? Bing bing boo,